എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. പൗലോച്ച തിരുവനന്തപുരത്ത് പോയിരിക്കുക. മോളെ വിളിക്കാം. വേണ്ട, പ്രാർത്ഥന കഴിയട്ടെ. ഇച്ചാച്ചന്റെ ശബ്ദം. ഇച്ചാച്ചൻ വന്നു. ഇച്ചാച്ച മോളെ, ഒരുപാട് താമസിച്ചല്ലോ. വള്ളം കിട്ടാൻ താമസിച്ചു. കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട, പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി. ആരാമേ വന്നത്? അന്നക്കുട്ടിയുടെ ഇച്ചാച്ചനാ. ആ, മോള് ചെല്ല്. നന്നായിട്ടൊന്ന് ഉറങ്ങി വരികയായിരുന്നു. ഇതെന്താ പേരക്കാത്ത റോഡിടാൻ പോകുന്നു? മോളെ, എന്തു പറ്റി മോളെ? ദിവസവും പ്രാർത്ഥനയും കരച്ചിലും തന്നെ, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇവളെന്നെ നാണം കെടുത്തു. എന്റെ കൊച്ചൂട്ടാ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. മോളെ, എന്താ ഇത്? ഇവിടെ എന്തിന്റെ ഒരു കുറവാണെന്നൊന്ന് ചോദിക്ക. ഈ അപ്പച്ചനെ പോലും ഞാൻ മോനേന്ന് വിളിച്ചിട്ടില്ല. ഏതു നേരം ഇവളുടെ വിചാരവാ. ഇവനും എന്റെ മകൻ തന്നെ. അമ്മ ഏതായാലും ഒരു സത്യം പറഞ്ഞു. കൊച്ചൂട്ടനൊന്ന് നോക്കിയേ, ഈ താഴെ കിടക്കുന്ന എന്നതാ? പാറക്കല്ലുകൾ. ഇതേ മുട്ടുകുത്തിയ പ്രാർത്ഥന. ഈ പ്രായത്തിൽ ഏതെങ്കിലും പെമ്പിള്ളേർ ഇതുകൂട്ട് പേക്കുത്ത് കാണിക്കുവോ? മോളിങ് വന്നേ, ഇച്ചാച്ചൻ ചോദിക്കട്ടെ. സഹനമാണ് പോലും സഹനം. ഏതു നേരം നോമ്പ് ഉപവാസവും പ്രാർത്ഥന കണ്ടിട്ട് മനുഷ്യന് പേടിയാവുന്നു. എന്താടി ഇത്? പേരമ്മേ, പോയി വരാം. ആപ്പച്ച പോട്ടെടാ. നീ വരുന്നവരെ ഈ വീട് ഉറങ്ങിപ്പോവും. ആപ്പച്ചൻ പറഞ്ഞത് നേരാ. അടുത്ത ഞായറാഴ്ച എത്തിയേക്കണം. ഓള് നടന്നു. കൊച്ചൂട്ടാ, ഒന്ന് നിന്നേ. എടാ ആപ്പച്ച, നീ അവളുടെ കൂടെ വഴി വരെ ഒന്ന് ചെല്ല്. ഒരാഴ്ച കൊണ്ട് കൊച്ചിന്റെ മനസ്സ് മാറ്റിയെടുക്കണം. വാഴപ്പള്ളി കേസ് അല്ലെങ്കിൽ വിട്ടുപോകും. അവിടെ ചെന്ന് ചേച്ചിമാരെയും കൂട്ടുകാരെയും കണ്ടു കഴിയുമ്പോ അവളുടെ സങ്കടമൊക്കെ മാറും. ഞാനെല്ലാം തമ്പുരാനെ ഏൽപ്പിക്കുക. അന്നക്കുട്ടിയെക്കുറിച്ച് തമ്പുരാനൊരു പദ്ധതിയുണ്ട്. നമ്മൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നോർത്ത് സമാധാനിക്കുക. എന്റെ കുഞ്ഞൊരു പ്രാർത്ഥിക്കുന്ന കുഞ്ഞാ. അതുകൊണ്ട് ഏത് അന്തസ്സിൽ പ്രവേശിച്ചാലും അവൾക്ക് നല്ലതേ വരൂ. ദൈവത്തിൽ ആശ്രയിക്കുക. നടക്കട്ടെ. വന്നതും ഫസ്റ്റ്, നിന്നതും ഫസ്റ്റ്. പേരമ്മയെക്കുറിച്ച് അന്നക്കുട്ടി എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? പേരമ്മയെ വളരെ ഇഷ്ടമെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമായിരുന്നു. പേരമ്മ മുഴുവൻ വിളിക്കുകയല്ല, അങ്ങനെയായിരുന്നു പേരമ്മയോട്. പേരമ്മ എന്തെല്ലാം പറഞ്ഞാലും കിട്ടുകയില്ല എന്ന് അവൾക്ക് പേരമ്മയോട് എന്നും ഇഷ്ടമാണ്. പേരമ്മയോടും വല്യപ്പനോടും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഒരു മനുഷ്യരോടും പിണക്കമില്ല. എന്നും പറയുക ആ തെക്കോർത്ത മുറ്റത്തിറങ്ങിയിരുന്നൊരു കാര്യം സങ്കടം വരുമ്പോൾ. അന്നക്കുട്ടിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ലക്ഷ്മിക്കുട്ടി അമ്മയോട് അന്നക്കുട്ടി സംസാരിച്ചിട്ടുണ്ടോ? അന്നക്കുട്ടിയുടെ കല്യാണക്കാര്യത്തെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു വരനെ കണ്ടിട്ടുണ്ട്, ആ വരൻ മതി എനിക്കെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അവരുടെ അടുത്ത വേറെ ഉള്ള ആണുങ്ങളാണ്. അവർ ദൈവത്തിനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവവിചാരമായിരുന്നു അവർക്ക്. അന്നക്കുട്ടി കല്യാണം ഇഷ്ടമില്ലായിരുന്നു. കല്യാണത്തിൻ്റെ കാര്യം അവർക്ക് ഇഷ്ടമല്ല. കല്യാണം പറയുന്നിടത്ത് കേൾക്കുന്നിടത്ത് വിശ്വാസമാണ്. അത് തള്ള അറിഞ്ഞില്ല. തള്ള വേറെ ഏതാണ്ട് ഓർത്ത്. അവൾ ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു രായും പകലും
എപ്പോഴും ദൈവവിചാരം എന്നൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ അന്ന കുട്ടിക്ക്. അതുകൊണ്ട് അവൾക്ക് ദൈവം അങ്ങനെ നല്ലത് വരുത്തി. അവൾക്ക് നല്ല വഴി അവൾ പോയി. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ എല്ലാ കാര്യവും പറയും. ഞാനുള്ളവർക്ക് അവളോടും പറയും, അവളൊക്കെ എന്നോടും പറയും. അങ്ങനെ ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എപ്പോഴും വരുമ്പോഴൊക്കെ. നീ ആളാകെ മാറിപ്പോയി. പഴയ അന്നക്കുട്ടിയല്ല. ഒരു കാര്യം നീ എന്നോട് ഇപ്പൊ പറയൂല അല്ലേ? എന്റെ ഈശോയെ, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് സങ്കടം അങ്ങനെ പറഞ്ഞ. എടി, നിന്റെ പേരമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലെന്നോ? എന്നെ ജീവന്റെ ജീവനാ. പിന്നെന്തിനാ പേരമ്മയുമാ നീ വഴക്കിട്ടത്? ഞാൻ വഴക്കിട്ടില്ല. പെറ്റമ്മയല്ലെങ്കിലും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ എന്നെ വളർത്തി. ആ മനസ്സ് മുഴുവൻ സ്നേഹ. അതാ. എങ്കി പേരമ്മയോട് തുറന്നു പറയണം. എന്ത്? എനിക്ക് അയാളെ ഇഷ്ടമാ, കല്യാണം നടത്തിത്തരാൻ പറയണം. ലക്ഷ്മിക്കുട്ടിന്നല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല, മനസ്സിലാക്കില്ല. അതാ എന്റെ വേദനയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എല്ലാവരും നിന്റെ മനസ്സിലെ ഒരു മണവാളിനുണ്ടെന്ന് പറയുന്നതോ? എന്താ നീ ചിരിക്കുന്നത്? ഞാൻ നിന്നോടെല്ലാം പറയാം. നിനക്ക് മനസ്സിലാകുമോ എന്തോ? എന്റെ മണവാളിനെ കുറിച്ച് എല്ലാം പറയാം. എന്നെ നീ കളിയാക്കരുത്. ഇല്ലടി. നീ വാ. വാ ലക്ഷ്മിക്കുട്ടി. ഇല്ല, ഞാൻ വരില്ല. എന്താ, ഞങ്ങളുടെ പള്ളിക്കരൻ പേടിയാണോ? അയ്യോ, അതല്ല. കുളിച്ച് ശുദ്ധമാവാതെ ഒരു ദേവാലയത്തിലും കയറിക്കൂടാ. ശുദ്ധത ശരീരത്തിനല്ല വേണ്ടത്, മനസ്സിനാ. അതാ ദൈവത്തിനിഷ്ടം. നീ വാ. അന്നക്കുട്ടി, ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ പള്ളിയിൽ. അതെയോ? ഇവിടാണ് നിന്റെ മണവാളൻ? അതെ. പള്ളിയിലെ ജോലിക്കാരനാ? അല്ല. പിന്നെ? ദേ, ആ കുരിശി കിടക്കുന്ന യേശു എന്റെ മണവാളൻ, ദൈവപുത്രൻ. എന്റെ ദൈവമേ, ഇതാരെങ്ങനെ കുരിശി തറച്ചത്? തലയിൽ മുൾക്കിരീടം, ശരീരം മുഴുവൻ മുറിവുകള്. കഷ്ടം. ഇങ്ങനെയാണ് നിങ്ങളുടെ യേശു മരിച്ചത്? അതെ, ഈ ലോകത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയോ? അതെ, നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തന്നെ കുരിശിലേറ്റിയവരോട് പോലും ക്ഷമിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച യേശുവാണ് എന്റെ മണവാളൻ. ഈ മണവാളനെ ഞാൻ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു. എൻ